എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു പോത്ത് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല ഫ്രഷ് ബീഫ് പോത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിടിലൊരു ബീഫ് ബിരിയാണി നമുക്കിന്ന് ചെയ്യാം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. ബിരിയാണി ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി നമ്മൾ ഇതിനകത്തിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഗാർണിഷിനുള്ള ഉള്ളി ആദ്യമേ തന്നെ നമുക്ക് വറുത്ത് മാറ്റി വെക്കാം. അതൊന്ന് ചൂടാവട്ടെ. ഇരുമ്പ് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വറുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്ത് കോരണം. വറുത്തെടുക്കാനുള്ള സവാള ഇതുപോലെ കനം കുറച്ചിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഇത് മിക്സിയുടെ ഈ ഗ്രൈൻഡിങ് ജാറിലിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സവാള കുറേശ്ശെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോവാതെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ സവാള വറുത്തെടുക്കാൻ. കണ്ടോ, ഇരുന്ന് അതൊന്നും കൂടി ഒന്ന് മുരിഞ്ഞിട്ട് നല്ല ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പച്ച പപ്പായ നമുക്ക് വേണം. പച്ച പപ്പായ ഞാൻ ഒരു ചെറിയ പപ്പായ എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഒരല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുള്ള ബീഫാണ്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അരിയും 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര്. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്കിതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം മാത്രം. എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 വിസിലിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ 5 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫാക്കാം. ഇനി വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്കതിലേക്ക് ഈ മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. ബേ ലീവ്സ് ഉണ്ട്, പെരുംജീരകമുണ്ട്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക, തക്കോല, ഇത്രയും സാധനങ്ങൾ, പിന്നെ കുരുമുളക്, ഇത്രയും സാധനങ്ങളാണ് നമ്മളതിലേക്ക് ഇടാൻ പോകുന്നത്. അതും കൂടി കിടന്നൊന്ന് തിളച്ച് വരട്ടെ. നമുക്കതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ സവാള വറുത്തില്ലേ, ആ എണ്ണയാണ്. അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതലിടാം, കാരണം നമ്മളത് ഊറ്റി കളയുമല്ലേ. അപ്പോൾ ഒരു 2 സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി അതിലേക്ക് കുറച്ച് തക്കാളിയുടെ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരി ഒരു 1/4 വേവാകുമ്പോൾ തന്നെ നമ്മൾ ഊറ്റിയെടുത്തോണം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് ഇത് കുഴഞ്ഞു പോകും. അപ്പം നമുക്കറിയാം അത് ഒരു 1/4 വേവാകുമ്പോഴത്തേനും തിളച്ചിങ്ങനെ മേളിലേക്ക് പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിത് ഊറ്റണം. അരിയൊക്കെ തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ചോറ് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ബിരിയാണിയുടെ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചോറ് ഊറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതി. അതിൻ്റെ അടുത്ത് കുറച്ചും കൂടി അങ്ങ് വെന്തുള്ളപ്പോൾ നമ്മുടെ കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടും. ഒരു വലിയ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഞാനിന്ന് ഗ്രേവി തയ്യാറാക്കി. ഇതിൽ തന്നെ ചോറിട്ട് ദം ചെയ്യാനാണ്. അപ്പോൾ കുക്കർ എടുത്ത് വെക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ആദ്യം അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 4-5 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അതിൻ്റെ ആ പച്ച നമുക്കെല്ലാം മാറി വരും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച ചുവ മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നതിന് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊക്കെ ഒന്ന് വഴണ്ട് കിട്ടും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില. അതിടുമ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും നമ്മുടെ കറിക്ക്, ഗ്രേവിക്ക്. ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ ഒരുവിധം വഴണ്ട് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഒരല്പം തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ചേർത്തല്ലോ, അതുകൊണ്ട് കുറച്ച് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയോട് കൂടി തന്നെ ഞാൻ ചേർക്കുവാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഗ്രേവി ഒന്ന് പറ്റി വരട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്രേവി വറ്റുന്ന സമയം കൊണ്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാനുള്ള കിസ്മിസൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറുത്തെടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കിസ്മിസ് നമ്മൾ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ ഒരുവിധം കുറുകി വരുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ചോറ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചോറിങ്ങനെ മുകളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 1/4 പരുവത്തിൽ ഇരിക്കുവാണ്. നമുക്കിത് ദം ചെയ്തെടുക്കാം. ചോറെല്ലാം നമ്മൾ മുകളിലേക്ക് നിരത്തി കഴിഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. ബീഫ് ബിരിയാണിയൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കത് നന്ന് മിക്സ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിട്ട് മിക്സ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണെന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീഫ് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.